തമിഴിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ വന്നിട്ടുണ്ട്. ഒരു പെട പൊളിറ്റിക്കൽ ത്രില്ലർ. നമ്മുടെ വിജയ് ആന്റണിയുടെ സിനിമയാണ്. മാർഗനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. ഇത് ശക്തി തിരുമകൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ഇതിൽ അഭിനയിച്ചത് അങ്ങേരാണ്, മ്യൂസിക് ഡയറക്ടർ അങ്ങേരാണ്. ഒജി വിജയ് ആന്റണി ഈസ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിടു, വേറെ ഒന്നും പറയില്ല, കിടു പടമാണ്. അതായത് ഇപ്പൊ വിജയ് ആന്റണിയുടെ മാർഗൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു നൈസ് ത്രില്ലറാണ്, വെറൈറ്റി സാധനമാണ്. ആൻഡ് ഇത് ഒരു കിടു പടമാണ്, അടിപൊളി സിനിമയാണ്. പക്ഷെ സിനിമ ഇറക്കിയ സ്ഥലം മാറിപ്പോയി. തമിഴ് ഓഡിയൻസ് ഈ സിനിമയും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഈവൻ പോലും അച്ചീവ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കോണ്ടന്റ് ബേസ്ഡ് പടങ്ങളൊന്നും അവിടെ കാണാൻ ആളില്ല. എന്നാ കോമാളിത്തരം കോപ്രായത്തരം വല്ലവന്റെ കൊച്ചിനെ എടുത്ത് വളർത്തുന്ന ഊളപ്പടങ്ങളൊക്കെ അവിടെ 100 കോടി 150 കോടി, കൂടുതലൊന്നും പറയാനില്ല. മെയ് അഴകനെ തല്ലിപ്പറഞ്ഞ ആൾക്കാരാണ്. സോ കൂടുതലൊന്നും പ്രതീക്ഷിക്കണം. ഈവൻ അംബാനി ആളുടെ കംപ്ലീറ്റ് സ്വത്ത് വെച്ചിട്ട് ഒരു പടം എടുത്താലും മെയ് അഴകന്റെ ലൈഫ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. സോ മൂവീസ് ലൈക്ക് മെയ് അഴകൻ ഹാപ്പൻസ് വൺസ് ഇൻ എ ലൈഫ് ടൈം, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ ഇയർ, വൺസ് ഇൻ എ ലീപ്പ് ഇയർ. ആ സാധനം അല്ല. വല്ലപ്പോഴും ജീവിതകാലത്തിൽ ഇറങ്ങിയ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സിനിമയെ തള്ളിപ്പറഞ്ഞവര് ഇങ്ങനത്തെ പടത്തിനെ സപ്പോർട്ട് ചെയ്യും? നോ, നെവർ. ടോയ്ലറ്റ് പേപ്പറിന് പോലും വേണ്ടാത്ത ബാക്കി ഇൻഡസ്ട്രിയിലുള്ള ചവറുകളൊക്കെ ഇവര് പൊക്കി അടിക്കുന്ന കാണുമ്പോ ഞാൻ ഒന്നും പറയില്ല. സോ നമുക്ക് ശക്തി തിരുമകനെ പറ്റി സംസാരിക്കാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈറ്റിൽ കാർഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങേരെ ഇൻട്രോ, ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂപ്പര് റീ ഇൻട്രോ ഉണ്ട് വിത്ത് ഒരു പെട്ട BGM. അതായത് ഇങ്ങേരുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അതേപോലെ തന്നെ ഇങ്ങേർക്ക് എവിടെ എവിടെ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ കാണിക്കും. അതൊക്കെ വൺ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയുടെ ഫസ്റ്റ് 30 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. ഭയങ്കര റേസി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ വെച്ചിട്ട്. ആളൊരു സെക്രട്ടേറിയറ്റ് ബ്രോക്കറാണ്, എന്നാൽ ഒരു IG ട്രാൻസ്ഫർ വരെ തീരുമാനിക്കുന്ന അങ്ങേരാണ് പറഞ്ഞിട്ട് അങ്ങേരെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന സീൻ ഉണ്ട്. അതേപോലെ തന്നെ ചിലവരിൽ നിന്ന് പൈസ തട്ടി പറഞ്ഞിട്ട് ഇതൊക്കെ ആള് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ കണക്ട് ചെയ്ത വിധമൊക്കെ കിടുവായിരുന്നു. ആകെ ഈ സിനിമയിൽ എനിക്ക് കുറച്ച് പ്രശ്നമായി തോന്നിയത് എല്ലാവരും പേര് ഓർമ്മ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പല സ്ഥലത്ത് എനിക്ക് തോന്നി. ബാക്കി നൈസാ. അത് കഴിഞ്ഞിട്ട് പടം സീരിയസ് നോട്ടിലോട്ട് പോണില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയിട്ട് റൊമാൻസ് വെച്ചു. അതെനിക്ക് എന്തായാലും പേഴ്സണലി വർക്കായി. മറ്റേത് പടം സീരിയസ് ലെവലിലോട്ട് കയറി ത്രില്ല് അടിപ്പിക്കുന്ന സമയത്ത് ഒരു അവിഞ്ഞ റൊമാൻസ് കൊണ്ടേ വെക്കും. പക്ഷെ ഇത് നല്ല രസമുള്ള റൊമാൻസ് ആയിരുന്നു. വിജയ് ആന്റണി കിട്ടു ലുക്കാണ്. ആൻഡ് ആളുടെ റൊമാൻസ് പറയുമ്പോൾ ഈ മറ്റേ ഒലിപ്പിക്കലല്ല. ഇപ്പൊ യൂഷ്വലി എല്ലാ സിനിമയിലും നമ്മൾ എടുത്ത് നോക്കി, നായിക ഒരു 10 കിലോ സാധനം തൂക്കിയിട്ട് വരുന്നു, ഇത് കണ്ട നായകൻ ഓടിപ്പോയിട്ട് അത് എടുത്ത് വെക്കുന്നു. അങ്ങേര് മൈൻഡ് പോലും ചെയ്യില്ല. ഇങ്ങനെ ഈ കൊച്ചു നോക്കി ചിരിച്ചാൽ ഇങ്ങനെ ചിരിക്കില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമാണ്, ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടുള്ള റൊമാൻസ് ആണ്. ആ സമയത്ത് ഒരു പാട്ടുണ്ട്, അത് നൈസായിരുന്നു. നമ്മൾ ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് കിടുവാണ്, നന്നായി അടിപൊളിയാണ്. ചില സ്ഥലത്തൊക്കെ ഭയങ്കര എലവേഷൻ ആണ് സീൻസിന് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീറോയും വില്ലനും തമ്മിലൊരു മൈൻഡ് ഗെയിം ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങേരും സൂപ്പറാണ്. അതിൽ മറ്റേ അഭ്യങ്കർ സ്വാമിയ അങ്ങനെ എന്തോ ആണ് മറ്റേ വില്ലന്റെ ഇതിലത്തെ ഈ സിനിമയുടെ പേര്. അങ്ങേരും അടിപൊളിയായിരുന്നു. ആൻഡ് ടുവേർഡ്സ് ഇന്റർവെല് നല്ലൊരു ഇന്റർവെൽ ആയിരുന്നു. പിന്നെ വന്നിട്ട് നായകൻ ഏറ്റവും വീക്ക് ആവും, വില്ലൻ ഭയങ്കര സ്ട്രോങ് ആവും. അങ്ങനെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സോ ഈ സിനിമ റിലീസായ സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതിന് ഇതിന്റെ തെലുങ്ക് വേർഷന് പരാശക്തി എന്നായിരുന്നു പേരിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ സുധാ കൊങ്കര, അതേപോലെ തന്നെ ശിവകാർത്തികേയൻ, അഥർവ, ജയൻ രവി പടത്തിന് വന്നിട്ട് ആ പേരാണ് അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടായി. എന്നിട്ട് അവർക്ക് ആ ടൈറ്റിൽ കിട്ടി. അതുകൊണ്ട് ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, എന്താണ് പരാശക്തിയിലെ ഹീറോ ഞാനാടാന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര പേഴ്സണൽ ആയി തോന്നി. അത് എന്തായാലും സംഭവം അടിപൊളി. എന്നിട്ട് തെലുങ്ക് വേർഷന് വേറെ ഭദ്രകാളി എന്ന് അങ്ങനെ എന്താണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് കുറച്ച് വലിപ്പിച്ച പോലെ തോന്നി. 2.5 മണിക്കൂർ ഉണ്ട് സിനിമ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് ഇന്ന വാ തുറക്ക് വെച്ചുതരാന്നല്ല, കുറച്ചൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമ അത്ര വൻ സ്കെയിലിൽ എടുത്ത പടമൊന്നും അല്ല. കൊടുത്ത ബഡ്ജറ്റിൽ അവർ കിടു സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നും കൂടി ട്രിം ചെയ്തിട്ട് 2 മണിക്കൂറൊക്കെ ആക്കിയെന്ന് വെച്ചാൽ ഒന്നും കൂടി നന്നായി തോന്നി. ഇതിൽ അഭിനയിച്ച നായിക നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയ് ആന്റണിയുടെ കാര്യം പിന്നെ എടുത്തു പറയണ്ട. അങ്ങേര് ഏത് കൂറ പടമാണെങ്കിലും അങ്ങേരെ പെർഫോമൻസ് കിടു തന്നെ ആയിരിക്കും. വില്ലൻ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഹാക്ക് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നൊക്കെ ഒരു പയ്യനെയൊക്കെ കൊണ്ടുവന്ന കുറച്ച് സീൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻസ് കണക്ട് ചെയ്യും അവര്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടില്ല. പിന്നെ അത് അങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. ദാറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. ആൻഡ് ഈ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് അരുവി സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ ക്വാളിറ്റി സാധനം തന്നെയാണല്ലോ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചിമ്പു ആണ് ഈ റോള് ചെയ്യാനിരുന്നതെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വിജയ് ആന്റണിയാണ് ഭയങ്കര ആപ്റ്റ് ഈ പടത്തിന്. അണ്ണന്റെ മാസൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. ഈ മറ്റേ
ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് മറ്റേ ജയിലിൽ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഡയലോഗ് ഒക്കെ ഉണ്ട്, കിട്ടു സാധനമാണ്. ആൻഡ് ഞാൻ പറയില്ല, പൊളിറ്റിക്സ് പറയുന്നത് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് ചില സമയത്ത് പറയുന്നത്. ഈ നായകന്റെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സാധനം നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ അങ്ങനെയല്ല, തമാശ രൂപേണ ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് അത് കാണിക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാവർക്കും വർക്കാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ട്രൈ ഇറ്റ് ഔട്ട്.